അങ്ങനെ എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി, പിന്നെ അതുപോലെ തന്നെ അമ്പും വില്ല്, പാവനായി ശവമായത് കണക്കായിപ്പോയല്ല എന്റെ ഭഗവാനെ. എന്റെ ബിഗ് ബോസ് പണി തന്നല്ലോ കൊടുത്തത്. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് ഇപ്പൊ ഞങ്ങളെപ്പം അങ്ങോട്ട് കയറി ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയ നമ്മുടെ സീക്രട്ടും മറ്റു പരിവാരങ്ങളും അവിടെ ചെന്നപ്പം കാറ്റുപോയ ബലൂണിനെ പോലെ ആ എന്റെ ഭഗവാനേ. എന്താ ഈ കാണുന്ന നമ്മള്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഇന്ന് ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, കാരണം ഇതൊക്കെ കോമഡിയിലേ ഇപ്പൊ ഒരു കോമഡിയാക്കാനേ പറ്റുള്ളൂ. കാരണം നല്ല ഇതാണ് അതിൽ നടക്കുന്ന രസകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ ഭയങ്കര വീരവാദങ്ങളൊക്കെ മുഴക്കി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കൺട്രോളും മാറും. അത് അങ്ങനെയാണ് സ്വാഭാവികം. പുറത്തിരുന്ന് എല്ലാവർക്കും കളി കാണാനൊക്കെ ഇഷ്ടമായിരിക്കും. കാണുമ്പോഴൊക്കെ നമുക്ക് ഇതൊക്കെ ഒരു എളുപ്പ വഴിയായിട്ടൊക്കെ തോന്നും. അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മളെല്ലാം മറന്നുപോകും. അങ്ങനെ നമ്മളെ സീക്രട്ട് ഏജന്റ് നമ്മളെ സായി കൃഷ്ണ ഒക്കെ കൂടെ അകത്ത് കയറുന്നു. അവർ അടിച്ചു പൊളിച്ചൊക്കെയാണ് അവിടെ ചെന്നങ്ങ് നിന്നത് എടുത്ത്. പിന്നെ അങ്ങ് അവര് എല്ലാരും കൂടെ അങ്ങ് ഇതാക്കിയെന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞ ഇവരുടെ ആദ്യം തന്നെ അദ്ദേഹം ചെയ്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ പെണ്ണിനെ വിളിച്ചിട്ട് ഉടനെ എല്ലാ കാര്യവും അങ്ങ് തുറന്നു പറഞ്ഞു. ഇത്രയും സീസണ് കണ്ട, ഇത്രയും വീഡിയോകൾ ചെയ്ത അല് എന്റെ സായി ബ്രോ. എന്നിട്ട് സായി ബ്രോ എന്താ ഈ കാണിച്ചത്? ശകലമെങ്കിലും ബ്രോക്ക് അവിടെ കളിക്കാനല്ലേ പോയത്. അവരുടെ കളി അങ്ങനെയല്ല പൊട്ടിക്കാനുള്ളത്. അപ്പോഴുടനെ അങ്ങ് പറഞ്ഞു ആണോ പൊട്ടിക്കാനുള്ളത്? കുറേച്ചെ ഡോസ് കൊടുത്ത് കളിച്ച് ആണ് അത് പൊട്ടിക്കാനുള്ളതായിരുന്നു. ഇത് ചെന്നുടനെ എല്ലാം അങ്ങ് പറഞ്ഞു, നീ എന്തിനാ അവിടെ കാണിച്ചത്, അത് കാണിച്ചത്, ഇങ്ങനെ കാണിച്ചതെന്നൊക്കെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്റേതായി ബ്രോ. അപ്പോ അവിടെ തന്നെ സായി ബ്രോയുടെ കൺട്രോൾ അങ്ങ് പോയി കഴിഞ്ഞു. ഇനി സായി ബ്രോ അതിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടാണ്, കയറി വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആ പെണ്ണ് അടിച്ചിരുത്തി കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ മറ്റുള്ളവരെയൊക്കെ അടിച്ചിരുത്തി കളഞ്ഞു. ഞാൻ വിചാരിച്ചു അവനെയും അടിച്ചിരുത്തി കളഞ്ഞു, എല്ലാവരെയും അടിച്ചിരുത്തുകയാണ് നിങ്ങൾ. അപ്പോൾ ഈ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയാം, അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡുകളൊക്കെ മാറും. ഇനി നിങ്ങൾ എങ്ങനെ കളിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ അത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ കുറച്ച് പക്വതയോടെ കാണിച്ച് അതിന്റെ രീതിയിൽ കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ അത് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് എന്ന് പറഞ്ഞു. അതാണ് സായി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ശുദ്ധന. താങ്കളെ ഞാൻ ഈ കാണുന്ന കാരണം നമ്മൾ ഇതിൽ കാണണമെങ്കിലും താങ്കൾ ഇത് പ്രതികരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു സോഫ്റ്റ് കോർണർ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വീഡിയോകളൊക്കെ. അപ്പോഴൊരു എന്തോ ഒരാളിനെ തീരെ അങ്ങ് അടിച്ച് അങ്ങ് ഇടുകയില്ല. ഒരാളിനെ ഒരു വീഡിയോ ചെയ്ത അപ്പൊ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് മനസ്സിൽ, ബ്രോയുടെ മനസ്സിലുണ്ട്. ആ മനസ്സിൽ അതാണ് പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടപ്പോ അങ്ങ് എല്ലാം അങ്ങ് തുറന്നങ്ങ് പറഞ്ഞത്. അത് വെച്ചിരുന്ന് കുറേച്ചെ പുഷ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു പൊട്ടിച്ചാ പോരായിരുന്നു. അപ്പോഴും നമ്മൾ അങ്ങ് കയറി ഇത് നിങ്ങളെ തുടക്കം താന്നുപോയി. ഇനി അതിൽ നിന്ന് കരകയറാൻ ഇപ്പൊ കാരണം ഒരുവിധം മനസ്സിലായി കഴിഞ്ഞു. ഇനി എന്തൊക്കെ കൊണ്ടുവന്നിരുന്നാലും അവര് അതിന്റെ ഡെവലപ്പാക്കി എടുക്കാൻ അവരെ കൊണ്ട് പറ്റും എന്ന് എനിക്ക് തോന്നണം. അപ്പോ ഇതില് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നണ അതില് ആദ്യത്തെ ഫയർ ചെയ്യുന്നതൊക്കെ അതൊക്കെ മറ്റേ ഷോ കാണിച്ചതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മിണ്ടാതിരിക്കുന്നവരാരും ഇല്ല. ആ പെണ്ണൊക്കെ വെറും ഷോകൾ തന്നെ. എല്ലാവരുടെ ഇതൊന്നും നടക്കണ കേസല്ല അവിടെ. എന്ത് തന്നെ ആയിരുന്നാലും നല്ല രസമാണ് നിങ്ങളെ ഈ ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ആ പെണ്ണ് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ആ പെണ്ണ് ആൾക്കാരെ പിടിച്ചു പറ്റാൻ വേണ്ടി ഗപ്രിയം വിളിച്ചോണ്ട് ഒരു മൂലയിൽ ചെന്നിരുന്നിട്ട്, ഗപ്രി ഇങ്ങനെയാണ് ഗപ്രി, ഞാൻ എന്ത് ചെയ്ത് എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിൽ. സത്യം പറയാല്ലേ, ഞാൻ അപ്പോൾ പറയണെങ്കിൽ എനിക്ക് 23 വയസ്സല്ലേ, ഞാൻ ഒരു കുട്ടിയല്ലേ എന്നും പറഞ്ഞിട്ട് കരച്ചിൽ. ആ കുട്ടി വല്ല ആവശ്യമുണ്ടാ? അതിലിപ്പം വരണ കുഴപ്പമാക്കാം.
ബ്രോക്കാണ് അതിന്റെ ഇത് വരണത്. ഇത് ഇപ്പോ ആൾക്കാർ വിചാരിക്കുക ഈ ആ പെണ്ണിന്റെ അടുത്ത് പെട്ടെന്ന് എന്ന് പറഞ്ഞു കൊടുത്ത് ആ പെണ്ണ് ചിലപ്പം മാനസികമായിട്ട് ഇതായിപ്പോയില്ലേ. അപ്പോൾ അഭിനയമാണ്. നിങ്ങൾ കണ്ടിട്ടല്ലേ പോയത്. ഇവിടെ നിന്ന് നല്ല രീതിയിൽ അഭിനയിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയല്ലേ. എന്നിട്ടും അച്ഛൻ വന്ന് പറഞ്ഞു, എന്റെ ബാപ്പ പറഞ്ഞു, എന്റെ അത്ത വന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എന്നിട്ട് നിന്റെ കൂടെ ഞാൻ കൂടിയിരിക്കണമെന്ന് അവള് പറഞ്ഞില്ലേ 2 ദിവസത്തിന് മുമ്പേ. എന്നിട്ടിപ്പോ ബ്രോ എന്ന് പറഞ്ഞാലൊന്നും അവള് കേൾക്കത്തില്ല. അങ്ങനെയൊന്നും കേൾക്കുന്ന കുട്ടിയല്ല അത്. അത് കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് അവരുടെ നാടക കളിയാണ്. അത് കളിക്കാൻ വേണ്ടി, അവിടെ കളിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ ഇതൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് അതൊക്കെ. കുറെ ആൾക്കാർ അപ്പോ ഒറിജിനൽ സ്നേഹമാണ്. കാരണം ചിലർക്ക് അറിയില്ല ഇത് ഒറിജിനലാണോ, ചിലപ്പോൾ ഒറിജിനൽ ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അതിന് കൊടുത്തിരിക്കുന്നതാണ്. എന്ത് തന്നെയായാലും സായി ബ്രോ, നിങ്ങള് എനിക്ക് ആദ്യത്തെ ദിവസം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവർ, പക്ഷെ ഒന്നും പ്രതീക്ഷിച്ചില്ല. നിങ്ങളിപ്പം ഇതില് നോമിനേഷനിലാവുകയും ചെയ്തു. ഇനിയിപ്പോ എന്തായാലും നാളെ നിങ്ങൾ കളി തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാൽ തന്നെ എനിക്ക് തോന്നണില്ല ഇന്ന് തന്നെ നിങ്ങൾ ആ ഫയറങ്ങ് നടത്തണമായിരുന്നു. സൈലന്റ് ആയിട്ടല്ല, നിങ്ങൾ പറയണ ആ ദിവസം ഒന്ന് ഓളം പിടിപ്പിക്കണമായിരുന്നു. പക്ഷെ ആ ഓളം വന്നില്ല. ഇന്ന് അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കയറി വരുമ്പോ എല്ലാവരും കൂടിയൊക്കെ ഒരു ഓളം ഉണ്ടാവും. ഒരു ഓളം ഉണ്ടായില്ല, ഒരു ചലനം ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ 6 വെറും ശോക മുഖമായിരിക്കും. കാരണം ഒന്നും നല്ല ആൾക്കാരില്ല എന്ന് തന്നെ പറയാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ ഇല്ല എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. മറ്റേ സിജോയ്ക്ക് ഉണ്ടായിരുന്നു. സിജോയെ ഞാൻ പറയില്ല. സുജ നല്ല കളിക്കാരനായിരുന്നു. റോക്കി നല്ലൊരു കളിക്കാരനായിരുന്നു. അതേപോലെ ഈ മണികണ്ഠൻ എന്ന് പറയുന്ന അവരൊക്കെ നല്ല കളിക്കാരായിരുന്നു. അവരൊക്കെ പറഞ്ഞു വിട്ട് കളഞ്ഞു. അതിലാണ് അതിൽ വരുന്ന വ്യത്യാസം. അത് നല്ല കളിക്കാരില്ലായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ കളി എനിക്ക് തോന്നുന്നില്ല എങ്ങനെ പോകുന്നു എനിക്കറിയത്തില്ല. ഇന്നിപ്പോ എന്താണ് ചെയ്തത്? എല്ലാരും കൂടെ ജിൻഡോന്റെ പെടലിയിൽ കൊണ്ട് ജിൻഡോനെ ആക്കി. കാരണം തെറ്റ് ചെയ്ത രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്കും വിളിച്ചിട്ട് തെറ്റ് ചെയ്ത 2 പേര്. അപ്പൊ ആ തെറ്റ് ചെയ്ത ആളിനെ പവർ ടീമിലേക്ക് എടുത്തു. അപ്പൊ അവിടെ ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ക്യാപ്റ്റൻ എടുക്കാമായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും ഈ കക്ഷിയെ മാറ്റി നിർത്തണമെന്ന് അന്നേ പറഞ്ഞതല്ലേ, അന്നേ ഉള്ള ഒരു ഓർഡറാണ്. പക്ഷെ അവരുടെ ഇതിൽ അങ്ങനെ എടുത്തു. ഒരു തെറ്റ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഇത് പറയാമായിരുന്നു. ആരും പറഞ്ഞുമില്ല. ആർക്കെങ്കിലും എതിർക്കെങ്കിലും ചെയ്യാമായിരുന്നു. ആരും എതിർത്തൊന്നുമില്ല. അപ്പോ ജിൻഡോ മാത്രം എടുത്ത് എല്ലാരും കൂടെ ഇട്ട് ഒട്ടിച്ചങ്ങ് കൊടുത്തു. ജിൻഡോ ഡയറക്റ്റ് ആയിട്ട് നോമിനേഷൻ. ജിൻഡോ എനിക്ക് എന്റെ കണക്കൂട്ടലിൽ ജിൻഡോ എന്നും എല്ലാ ആഴ്ചയിലും ഇതിൽ വരണം, നോമിനേഷനിൽ വരണം. എന്നാലേ നമുക്ക് നോമിനേഷനിൽ വരണം. ഇപ്പം എനിക്ക് തോന്നുന്നത് അഭിഷേക് എല്ലാരും കൂടെ അടിച്ചു നിന്നാ നീ പോയി. അഭിഷേക് കയറി വരും പെട്ടെന്ന്. നോമിനേഷനിൽ വരണം. ദിവസേന നമ്മൾ എല്ലാ ആഴ്ചയിലും നോമിനേഷനിൽ വന്നാലേ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ ആരും അറിയപ്പെടില്ല. നോമിനേഷനിൽ വരണം. അപ്പൊ ഞാൻ നോമിനേഷനിൽ വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആരും അറിയത്തില്ല നിങ്ങളെ. നോമിനേഷനിൽ വരുമ്പോൾ നമ്മുടെ വോട്ട് ലിസ്റ്റ് അറിയാൻ കഴിയും. അപ്പൊ വന്ന ഉടനെ തന്നെ അഭിഷേക് കയറിയിട്ടുണ്ട്. പിന്നെ സായി ബ്രോയൊക്കെ കയറിയിട്ടുണ്ട് എന്ന് തോന്നണം, അറിയില്ല. എന്ത് തന്നെയായാലും ജിൻഡോ ആ പാവപ്പെട്ട നായിട്ട് അങ്ങനെ അഭിനയിക്കുന്നത് കണ്ടോ? അതാണ് ജിൻഡോ. ജിൻഡോ അങ്ങനെ സഹതാപമായിട്ട് കുറെ ജിൻഡോ ഒപ്പിച്ചെടുക്കും. അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇനിയെങ്കിലും സായി ബ്രോ കളിച്ച് മുന്നേറണം. നിങ്ങളൊക്കെ മുന്നേറിയാലേ ഒരു ഇത് ഞങ്ങള് വിചാരിച്ചെന്ന് പറഞ്ഞ ഒരു ഇമ്പം കിട്ടുമെന്ന് വിചാരിച്ച് ഇപ്പൊ ചെന്നിട്ട് ഒരു പയറൊക്കെ ഉണ്ടാവുമെന്നും പണ്ട് എല്ലാരും കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ കാത്തിരുന്നു. പിന്നെ ആരും ഇല്ല. അങ്ങനെ നിങ്ങളെ കയറാൻ നേരത്ത് ഞാൻ ഒരു ചാനലിൽ ചെന്ന് നിന്നപ്പം അവിടെ ഏകദേശം 10,000 പേരിൽ കൂടുതൽ ആൾക്കാർ, 30,000 പേരൊക്കെ നിന്ന ചാനലുണ്ട്. ഒരു തമിഴ് ചാനലിൽ 30,000 ആൾക്കാർ നിൽക്കുന്നു. 30,000 പേര് നിന്ന് കാണുക. നിങ്ങൾ കയറണത് ഇങ്ങനെ നോക്കാൻ വേണ്ടി. പിന്നെയാണ് അവരെല്ലാരും പോയി. കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാരും പോയി. അവര് വിചാരിച്ചു ഇപ്പൊ അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും കാണും. ഒന്നും നടന്നില്ല. നിങ്ങൾ ചെന്നപ്പോ കയറി കൈ കൊടുത്ത് ഇങ്ങനെയൊക്കെ അല്ല.
അന്ന് ചെല്ലണ സമയത്ത് തന്നെ ഒരു ഓളം അങ്ങ് ഉണ്ടാക്കി ആ ഓളം നിർത്തണമായിരുന്നു, നിലനിർത്തണമായിരുന്നു. അത് നിർത്താൻ പറ്റിയില്ല, നിങ്ങൾക്ക് പറ്റിപ്പോയി, ഇനി എന്ത് ചെയ്യാനാ. അപ്പൊ ഇങ്ങനെ ഇരിക്കണം. വേറെ എന്താ, ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇത് ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ സബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക, നോട്ടിഫിക്കേഷനായി നിങ്ങളെ മുന്നിലെത്തും. നമുക്കിത് അടിച്ചൊളിച്ചൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇട്ടൊക്കെ പോവാം, ഹാസ്യമായിട്ട് കോമഡി ഇട്ടൊക്കെ നമുക്കൊക്കെ പോവാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.